അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. പക്ഷേ ചർച്ചകൾ വലിയ തോതിൽ നടത്തേണ്ടതില്ലാത്ത, അതിനുവേണ്ടി ഒരുപക്ഷെ സമയം നമുക്ക് ചെലവഴിക്കാനില്ലാത്തൊരു മണ്ഡലം കൂടിയാണ്. അത് മലപ്പുറമാണ്. മലപ്പുറം മണ്ഡലത്തിലെ ചിത്രം നമുക്ക് പരിശോധിച്ചാൽ വളരെ എളുപ്പത്തിൽ ആളുകൾക്ക് ആ മണ്ഡലം കേട്ടാൽ തന്നെയും മനസ്സിലാകുന്ന ഉള്ളിലേക്ക് വരുന്ന മുസ്ലിം ലീഗിൻ്റെ ഉറച്ച കോട്ടയാണത്. പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന നേതാവിനെയും മുസ്ലിം ലീഗിനെയും ഓർമ്മ വരുന്ന വളരെ ഉറച്ച കോട്ട. പി കെ കുഞ്ഞാലിക്കുട്ടി നിലവിലെ MP ആണ് എന്നത് അവിടുത്തെ ഒരു കാര്യമായിട്ട് പരിഗണനാ വിഷയമായിട്ട് വരും. 2014 ജയിച്ചത് അഹമ്മദാണ് എന്ന കാര്യം നമുക്കറിയാം. അവിടെ ഇപ്പോൾ തന്നെയും സ്ഥാനാർത്ഥികൾ, കഴിഞ്ഞ തവണത്തെ കാര്യം PK സൈനബിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിച്ചിരുന്നത്. 2,42,984 വോട്ടുകൾ അവർ നേടിയിട്ടുണ്ട്. 4,37,723 എന്ന വലിയ വോട്ട് സംഖ്യ സമാഹരിക്കുകയാണ് അഹമ്മദ് കഴിഞ്ഞ തവണ ചെയ്തത്. N ശ്രീപ്രകാശ് ആയിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. BJPക്ക് 64,705 വോട്ടുകൾ അവിടെ ആ മണ്ഡലത്തിലാകെയുണ്ട്. വൻ ഭൂരിപക്ഷമാണ് ആ മണ്ഡലത്തിൽ അഹമ്മദിനുണ്ടായിരുന്നത്. 1,94,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം അദ്ദേഹം നേടി. മലപ്പുറം നിയമസഭാ മണ്ഡലങ്ങൾ ഇങ്ങനെയാണ്: കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്. ആ ഗ്രാഫിക്സിൽ നിന്ന് അങ്ങേയറ്റം കാര്യങ്ങൾ വ്യക്തമാണ്. അതെല്ലാം വിജയിച്ചത് മുസ്ലിം ലീഗാണ്. 1,18,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടെ നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണത്തെ ചിത്രം നമുക്കറിയാം. PK കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി, BP സാനു SFIയുടെ ദേശീയ നേതാവ്, ചെറുപ്പക്കാരനായ CPM നേതാവ്, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഇവരാണ് ചിത്രത്തിലുള്ളത്. ഓരോ സ്ഥാനാർത്ഥികളുടെയും സവിശേഷതകൾ കൂടെ ഒന്ന് കണ്ടുപോകുന്നത് ഇക്കാര്യങ്ങൾ മനസ്സിൽ വെക്കാൻ പ്രേക്ഷകർക്ക് ഉപകരിക്കുന്നതാണ്. കുഞ്ഞാലിക്കുട്ടി ഫാക്ടർ എന്നത് അദ്ദേഹം മത്സരിക്കുന്നു, അത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ലീഗിൻ്റെ ഉറച്ച കോട്ടയാണ്. മോദി സർക്കാർ വിരുദ്ധത എന്നത് ഒരു മൂന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് ഉതകുന്ന ഒരു പോയിൻ്റായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാം. BP സാനുവിൻ്റെ കാര്യങ്ങൾ കൂടെ നമ്മൾ കണ്ടുപോകണം. വിദ്യാർത്ഥി മുഖമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ആകെ തന്നെയും അവർക്ക് വേണ്ടി ഇളക്കാൻ സാധിക്കുന്ന യുവത്വത്തിൻ്റെ ഊർജ്ജം അവിടെയുണ്ട്. പുതിയ വോട്ടർമാരിൽ ഒരുപക്ഷെ സ്വാധീനം ചെലുത്താൻ, വോട്ട് പരമാവധി സമാഹരിച്ചെടുക്കാൻ BP സാനുവിനെ സാധിച്ചേക്കും. വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് അവിടെ ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ നേതാവായിരുന്നു. ആ തരത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്നത് കാണാതെ പോവുക സാധ്യമല്ല. BJPക്ക് അവരുടെ വോട്ടുകൾ സമാഹരിക്കാനുള്ള കാരണങ്ങൾ കൂടെയുണ്ട്. ഭൂരിപക്ഷ വോട്ടുകൾ അവിടെ ഏകീകരിക്കപ്പെടുമെന്നാണ് അവരുടെ ഒരു സ്വപ്നം. മത്സരിച്ച് പരിചയം അദ്ദേഹത്തിനുണ്ട്. നേരത്തെ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം മത്സരിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട BJP സംഘപരിവാര സംഘാടകനാണ് അദ്ദേഹം. ആ മികവ് കൂടെ അദ്ദേഹത്തിൻ്റെ വോട്ട് സമാഹരിക്കാനുള്ള കാരണമാകും. ശ്രീ NP ചേക്കുട്ടി, നമ്മൾ ഈ മണ്ഡലത്തെക്കുറിച്ച് ഒരുപാട് സമയമെടുത്ത് ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ എങ്കിലും ഈ മുസ്ലിം ലീഗിൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രവർത്തനം സംബന്ധിച്ച്, പ്രത്യേകിച്ചും ആ മുത്തലാഖ് സമയത്തെയും വോട്ട് ചെയ്യാതെ പോയതും ഫ്ലൈറ്റ് മിസ്സായതുമൊക്കെ തമാശയായിട്ടെങ്കിലും അവിടെ വിഷയമായിട്ട് വരുമല്ലോ. ഒപ്പം ഈ BP സാനു എന്ന ചെറുപ്പക്കാരനായുള്ള ഫാക്ടർ, അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ വോട്ടിൽ നിന്നൊരു ചെറിയ ശതമാനത്തെയെങ്കിലും കുറക്കാൻ കാരണമാകുമോ? കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു. അത് ശരി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ ഈ ഹാജർ നിലയെക്കുറിച്ച് വളരെ ഗൗരവമുള്ള ചില പരിശോധനകൾ നടന്നിരുന്നു. ഹാജർ നിലയിൽ താരതമ്യേന വളരെ മോശമായിട്ടുള്ള ഹാജർ നിലയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് RSSൽ നേരിട്ട് വന്ന ഒരു വ്യക്തിയായിരുന്നു മത്സരത്തിൽ നിന്നത്. ആ സമയത്ത് പോലും അദ്ദേഹത്തിന് അവിടെ എത്താൻ പറ്റില്ല, വിമാനം വൈകി എന്നുള്ളതാണ് കാരണം പറഞ്ഞത്. പിന്നീട് മുത്തലാഖ് വിവാദം വന്ന സമയത്തും ആ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ നിലപാടുകൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൊളീഗായിട്ടുള്ള ET മുഹമ്മദ് ബഷീർ അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ചർച്ച ചെയ്തതിന് ശേഷം പാർട്ടിക്കകത്ത് ഈ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കാനും അദ്ദേഹത്തിന് പറ്റിയ തെറ്റുകൾ, അദ്ദേഹം ഒരു പരിധി വരെ ആ തെറ്റുകൾ പറ്റി എന്ന് വിനയപൂർവ്വം അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി പോലെ സംബന്ധിച്ചിടത്തോളം അവരിത്തരം കാര്യങ്ങളിൽ ഒരു ദീർഘകാലത്തേക്ക് ഈ ഓർമ്മ വയ്ക്കുന്നൊരു കമ്മ്യൂണിറ്റി അല്ല, വോട്ടർമാരുമല്ല. അപ്പോൾ അവർ കുഞ്ഞാലിക്കുട്ടിയോട് ഈ കാര്യങ്ങളിൽ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അത് അദ്ദേഹം അക്കാര്യത്തിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു, തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന മട്ടിൽ തന്നെയാണ് പറഞ്ഞത്. മാത്രമല്ല പിന്നീട് ഹൈദരാലി തങ്ങളെ ഒരു വിശദീകരണം ചോദിച്ചു. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിക്ക് സ്വന്തം വോട്ടർമാരിലോ പാർട്ടിയിലോ മുന്നണിയിലോ എന്തെങ്കിലും ഒരു വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യവും ഇന്ന് മലപ്പുറത്ത് കാണാനില്ല. മാത്രമല്ല VP സാനു യുവ നേതാവാണ്. പക്ഷെ അദ്ദേഹത്തിന് ആ പ്രദേശത്തുള്ള യുവജന നേതാക്കൾക്കിടയിലോ ആ പ്രദേശത്തുള്ള ക്യാമ്പസുകൾക്കിടയിലോ ഒന്നും അദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ളതായിട്ട് എനിക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല താരതമ്യേന MSF വളരെ സ്ട്രോങ് ആയിട്ടൊരു പ്രസ്ഥാനമായിട്ടാണ് നിൽക്കുന്നത്. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിയ ഭീഷണി കുഞ്ഞാലിക്കുട്ടി നേരിടുന്നില്ല. SDPI ഒരു പക്ഷേ കഴിഞ്ഞ തവണ 50,000 വോട്ട് പിടിച്ചിരുന്നു. പക്ഷേ ഇത്തവണ
പിന്നെ കുറെ കൂടി ശക്തി കുറഞ്ഞ അത്രയും സ്വാധീനമില്ലാത്ത ഒരാളെയാണ് അവർ നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഭീഷണി കുഞ്ഞാലിക്കുട്ടിക്ക് അല്ലെങ്കിൽ UDF നേരിടാനുള്ളതായിട്ട് കാണാൻ കഴിയുന്നില്ല. അതാണ്, മലപ്പുറത്തിന് കൂടുതൽ സമയം വെറുതെ ചെലവഴിക്കേണ്ടതില്ല.